ഒക്ടോബർ 2 ഗാന്ധി ജയന്തി തൃശ്ശൂർ അതിരൂപത വ്യത്യസ്തമായി ആചരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ? അതെ, കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായി രൂപത ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് രൂപതയുടെ സാമൂഹ്യ സേവന കേന്ദ്രങ്ങളിലാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപത ഈ ഉദ്യമത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. പ്രതിബദ്ധതയും ശുശ്രൂഷ മനോഭാവമുള്ള കുട്ടികളാക്കി വളർത്തിയെടുക്കാൻ തൃശ്ശൂർ അതിരൂപത നൽകുന്ന ഈ ഉദ്യമത്തിനെ പറ്റിയിട്ട് തൃശ്ശൂർ അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഒരുക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതാ ദിന പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ വർഷമാണിത് ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം തൃശ്ശൂർ നഗരത്തിലെ കോർപ്പറേഷനുമായി സഹകരിച്ച് നഗരം മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നടത്തിയത്. എല്ലാ ഇടവകളിൽ നിന്നായിട്ട് ഏകദേശം 1700ഓളം വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ വർഷം ഇടവകളിൽ നിന്ന് പ്രാതിനിധ്യ സ്വഭാവത്തിലാണ് കുട്ടികൾ പങ്കെടുക്കുന്നത്. ഇത്തവണ തൃശ്ശൂർ അതിരൂപതയിലെ സാമൂഹ്യ സേവന സ്ഥാപനങ്ങൾ സന്ദർശിച്ച് വിദ്യാർത്ഥികൾ അവിടെ ആയിരിക്കുന്ന അന്തേവാസികൾക്ക് ശുശ്രൂഷ ചെയ്യുകയും അതോടൊപ്പം അവിടെ ക്ലീനിങ് നടത്തുകയും അങ്ങനെ ഒരു സാമൂഹ്യ അവബോധമുള്ള തലമുറയെ പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. വലിയ ഒരു സംരംഭത്തിൻ്റെ വലിയൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു തലമുറയെ പടുത്തുയർത്തുകയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുക. വിശ്വാസ പരിശീലനം നടക്കുന്നതോടൊപ്പം സാമൂഹ്യ ഉത്തരവാദിത്വ ബോധമുള്ള വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അത് വിജയകരമായി മുന്നേറുകയാണ്. എല്ലാവരുടെയും സഹകരണ മേഖലയിൽ അഭ്യർത്ഥിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇടവകൾക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഇന്നത്തെ ദിവസം ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ എന്താ തോന്നുന്നേ? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ അപ്പം എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ കാണുമ്പോൾ നമ്മൾ പല ഇടവകയുന്ന ആൾക്കാരൊക്കെ വന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതിനി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ അങ്ങനെ കാറ്റീസത്തിൽ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് പോലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവിടുത്തെ യാത്ര തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ്. എനിക്ക് ഈ സേവനം എന്ന് പറയുമ്പോൾ ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ കാറ്റീസ് മാഷ് കൂടി പറഞ്ഞപ്പോൾ എന്നാൽ പോയി നോക്കാമെന്ന് വെച്ചിട്ട് പോകുന്നതാണ്. നമ്മൾ കുറച്ചും കൂടിയും വിശ്വാസപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊരു വിശ്വാസ പ്രഘോഷണമാണല്ലോ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഒരു വെറൈറ്റി തോന്നി. അപ്പോൾ എന്തായാലും പോകാമെന്ന് വെച്ചു. സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. നല്ലപോലെ നമുക്ക് എന്താ പറയുക, ഇത്രയൊക്കെ സൗകര്യങ്ങൾ കിട്ടിയിട്ട് നമ്മളതൊക്കെ എന്താ പറയുക ഒന്നും ഉപയോഗിക്കണില്ല.
പക്ഷെ ഇവർക്ക് പറയുമ്പോൾ കുറേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. നല്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. പക്ഷെ ഇവരൊക്കെ മുഖത്ത് ഇപ്പോൾ നല്ല ഇവരെല്ലാവരും ചിരിച്ചൊക്കെ ഇരിക്കണ കാണുമ്പോൾ ഒരു ഇതുണ്ട്. നല്ല ഇവിടെ ആയിരിക്കാൻ പറ്റി നല്ല സന്തോഷം. എനിക്കൊരു ഭാഗ്യം കിട്ടിയില്ല ഇവരുടെ കൂടെ കുറച്ച് നേരമെങ്കിലും ഇവരെ കൂടെ ഒന്ന് ചെലവഴിക്കാനും ഒക്കേനും പറ്റിയത് ഒരു സന്തോഷമുണ്ട്. അതിലും സന്തോഷമുണ്ട്. നല്ല കാര്യമല്ലേ ചെയ്യണത്. അപ്പം അതിൽ നല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സേവനവാരം എന്ന് പറയുമ്പോൾ സ്കൂളുകളിലായാലും അവിടെയായാലും നമ്മൾ വൃത്തിയാക്കൽ. പക്ഷെ ഇതൊരു പുതിയൊരു അനുഭവമാണ്. ഇപ്പോൾ എനിക്കായാലും ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന എല്ലാവർക്കായാലും ഒരു നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. നമ്മുടെ കുട്ടികൾ ഇവിടെ വന്ന് പാട്ടൊക്കെ പാടി കുറച്ച് സമയം ചെലവഴിച്ചില്ലേ? ഒരു സന്തോഷമില്ലേ? ഉണ്ട്, സന്തോഷമുണ്ട്. അവർ മാത്രം പാടിയാൽ മതിയോ? പാട്ട് പാടുമോ? പാട്ടുണ്ട്. പാട്ടായാലോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എല്ലാവരൊക്കെ റെഡി ആയിട്ടിരിക്കുമല്ലേ? അവർക്കൊരു സന്തോഷമായിട്ട് അവർ മാത്രം പാടിയാൽ മതിയായിരുന്നു. അവർ മാത്രം പാടിയ പോരല്ലേ? മരിയാമ്പികെ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂകുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ വാസ്തവത്തിൽ 1919 മുതൽ റേരും നൊവാരുമിലൊക്കെ ഏറ്റവും ശക്തമായിട്ട് പ്രതിഫലിക്കുന്ന സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു കൾമിനേഷൻ ആയിരിക്കണം ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. വിശ്വാസം നമ്മിൽ ഒരു ചെറിയ മുളയായിട്ട് പൊട്ടി മുളച്ച് വളർന്നു വന്ന് പടർന്ന് പന്തലിച്ച് അത് പുഷ്പിച്ച് ഫലം ചൂടുന്നത്, ഈ ഫലം പുറപ്പെടുവിച്ച് അത് മറ്റുള്ളവർക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടേത് വെറും ഒരു സാമൂഹിക പ്രവർത്തനമല്ല, ഇത് വിശ്വാസത്തിൻ്റെ തന്നെ ഒരു ആഘോഷമാണ്. വിശ്വാസത്തിൻ്റെ തന്നെ ആഘോഷമാണ്. നമ്മളിപ്പോൾ ഐസ് നമ്മുടെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കേക്കിന് ഇങ്ങനെ ഒരു ടോപ്പിംഗ് ഇടുന്നത് പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഏറ്റവും മധുരമാക്കി മാറ്റുന്നത് നമ്മളുടെ സാമൂഹിക പ്രതിബദ്ധതയാണ്, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്കറിയാം, നമ്മുടെ വിശ്വാസത്തിൽ എങ്ങനെയാണ് നമ്മൾ അവസാനം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നത്? അന്ത്യവിധി എന്ന് പറയുന്നത് നമ്മളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്. വിശ്വാസം വളർന്ന് ജീവിച്ച് നമ്മൾ ചെയ്യുന്ന രോഗികളെ കാണാൻ പോയി, തടവിൽ കഴിയുന്നവരെ ശുശ്രൂഷിച്ചു, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുത്തു, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു. ഇതാണ് അവസാനത്തെ പരീക്ഷ. പക്ഷേ ആ പരീക്ഷയിൽ ഈ പറഞ്ഞ കാര്യം മാത്രമാണെങ്കിൽ അത് വെറും സാമൂഹിക പ്രവർത്തനമാണ്, അത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് ഒരു വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാകുന്നത് എപ്പോഴാണ്? ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇന്ന് നിങ്ങൾ പോയി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവിടെ നിങ്ങൾ ഒത്തിരി പേരെ കണ്ടെത്തുന്നു, അശരണരായവരെ കണ്ടെത്തുന്നു, ബലഹീനരായവരെ കണ്ടെത്തുന്നു, ആരുമില്ലാത്തവരെ കണ്ടെത്തുന്നു. എപ്പോഴും
ആരുടെയെങ്കിലുമൊക്കെ സഹായമുണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ സാധിക്കുന്നവരെ നിങ്ങൾ കണ്ടെത്തുന്നു. അവരൊക്കെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ തന്നെ ഛായയിലാണ്. നമ്മളാണ് അവരിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് അവിടെ അവരെ ശുശ്രൂഷിക്കേണ്ടത്. ഈ ഒരു ബോധ്യമാണ് ഇന്ന് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ, ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ നയിക്കേണ്ടത്. ഹായ്, പേരെന്താ? ഞങ്ങളുടെ പേര് പോൾവി. ആർത്ത് എൽവി. നിങ്ങൾ ഏത് ഇടവകയിന്നാ? ഞങ്ങൾ ഒളരി. വളരി. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തായിരിക്കുമ്പോ എന്താ തോന്നുന്നേ? ഇവിടെ ഒരു പരിപാടിക്ക് വരാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? സോഷ്യൽ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പിന്നെ എല്ലാവരെയും സഹായിക്കണം എന്നൊരു താല്പര്യം കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഒരുമിച്ച് ഒരാരെ സഹായിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കിട്ടുന്നത്. ഞങ്ങളുടെ ഇടവകയിൽ പാർട്ടിസിപ്പേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി വന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആ കുട്ടികളായി വളർന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ വരുമോ? വരും. ഈ വരാത്ത കുട്ടികളുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ഇങ്ങനെ നമ്മളെല്ലാത്തിലും പാർട്ടിസിപ്പേഷൻ കുറച്ചുകൂടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് നഷ്ടം തന്നെയാണ്. ഇന്ന് വന്നിട്ട് കിട്ടിയ ഒരു ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്താ? ടീം വർക്ക് ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ കഷ്ടപ്പാട് അറിയാൻ പറ്റി. അതന്നെ ഒരു വലിയ സംഭവം. ജോലി ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? അല്ല, ചെയ്തിട്ടുണ്ട്. എന്നാലും വീട്ടിലൊക്കെ, പക്ഷെ ഇത്ര വലുതായിട്ട് ചെയ്തിട്ടില്ല. ബാക്കിയുള്ളവർക്ക് നമ്മള് വേണ്ടി കാരണം മറ്റുള്ളവർക്ക് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയതില് സന്തോഷം. നല്ല ഹാപ്പിയാണ്. എല്ലാവരും നല്ല കാര്യമായ പണികളിലാണല്ലോ. കാര്യമായി പണിയെടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രവർത്തിയിലായിരിക്കുമ്പോ എന്താ തോന്നുന്നത്? നല്ല ഇത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പണിയെടുക്കണേ. ഇപ്പോൾ വീട്ടിലൊന്നും അങ്ങനെ പണിയെടുക്കാറില്ല. ഇതിപ്പോൾ റെക്കോർഡിങ് അങ്ങനെ അമ്മയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പണി കിട്ടും. വീട്ടിൽ തന്നെ ഫുൾ ടൈം പണിയെടുപ്പിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇവിടെ പീസോമിൽ വന്നാലും ഉള്ളിലെ രോഗികളെ കാണാൻ, അവരെ ശുശ്രൂഷിക്കാനുള്ള പണികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പുറത്ത് ഇത്രയും ബുദ്ധിമുട്ടുള്ള പണിയുണ്ടെന്ന് ഇന്നാണ് അറിഞ്ഞത്. ആദ്യമായിട്ട് അത് ഇത്രയും പേര് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാര്യം അധ്വാനം ഉണ്ടെങ്കിലും വളരെ സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ നമ്മൾ റോഡ് ക്ലീൻ ചെയ്യുക അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ അതിനും കൂടിയും എഫക്റ്റീവായിട്ട് ഈ പ്രാവശ്യത്തെ ഇത് ശരിക്കും കൂടുതൽ ആവശ്യമുള്ളത് ഒരു പണി ചെയ്ത പോലെ ഒരു ഇത് തോന്നി. അടിപൊളിയായിട്ട് തോന്നുന്നു. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. വരാത്തവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് മിസ്സായിരിക്കുന്നു. കാരണം നമ്മളെ പ്രേക്ഷിതരായ നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി ഓരോ വിശുദ്ധർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോ പരിപാടി ചെയ്യുമ്പോൾ അത് ഗ്രൂപ്പായിട്ട് പങ്കെടുക്കാൻ കിട്ടാത്ത അവസരങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. നമ്മൾ പലരും അവസരങ്ങൾ ഉപയോഗിക്കാതെ പോവുകയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം അവസരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഓരോ വ്യക്തികളും രണ്ടോ ഗ്രൂപ്പോ ഇടവക ചെയ്യാവുന്ന പരിപാടിയല്ല ഇത്. ഒരു ടീം വർക്ക് എന്ന് പറയുമ്പോൾ കുറേ പേര് വേണം. അപ്പോൾ എല്ലാ ഇടവകയിൽ നിന്നും എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പരിപാടി ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ട് 1/2 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് ചെയ്ത് തീർക്കാം. അതാണ് ഒരു ടീം വർക്ക് തന്നെ എൻ്റെ ഒരു ഗുണം. സാമൂഹ്യ പ്രതിബദ്ധത ദിനത്തിൽ തൃശ്ശൂർ അതിരൂപത എടുത്തിരിക്കുന്ന ഈ തീരുമാനം
അതിൽ ഇത്രയധികം കുട്ടികൾ പങ്കുകാരായി. അപ്പൊ അതിൽ വിശ്വാസ പരിശീലക അധ്യാപക എന്ന നിലയിൽ എന്ത് തോന്നുന്നു? കുട്ടികളെ വിശ്വാസ പരിശീലനം മാത്രമല്ല, അവരെ ജീവിക്കാനുള്ള ഒരു മാർഗം കൂടി നമ്മൾ അവരുടെ സഹകരണം, അവർക്ക് എന്തു വന്നാലും അവർക്ക് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു കരുതലും മുന്നറിയിപ്പും കൂടി ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കുറച്ച് കുറവ് കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാലും ഒരു 350-400 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് എത്തിച്ചേർന്നതും അത്രത്തോളം കുട്ടികൾ ഉണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നല്ല രീതിയിൽ അവർ മനസ്സ് കാണിക്കുന്നുണ്ട്. അവർ എല്ലാത്തിലും സഹകരിച്ച് ഞങ്ങളോടൊപ്പം നിന്ന്, ടീച്ചേഴ്സിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. തൃശ്ശൂർ അതിരൂപത ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധത ദിനം ആചരിക്കുമ്പോൾ അതിൽ പങ്കാറായ കുട്ടികൾ എങ്ങനെ അവർ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു? ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. രജിസ്ട്രേഷനും എല്ലാവരും ചെയ്തിരുന്നു. പിന്നെ കുറേ അധികം കുട്ടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആക്റ്റീവാണ്. ഞങ്ങൾ പറയുന്നതൊക്കെ അവർ കേൾക്കുന്നുണ്ട്, എല്ലാതും അനുസരിച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹലോ ഹലോ എല്ലാവരും ഇന്ന് പരിപാടിക്ക് വന്നിട്ട് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു പരിപാടിക്ക്? അല്ലല്ല, അപ്പം കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം എന്താ തോന്നുന്നത്? കഴിഞ്ഞ കൊല്ലം കോർപ്പറേറ്റിൻ്റെ അവിടെ വേസ്റ്റ് ക്ലീനിങ് അതായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ പീസ് ഹോമിൽ എൻ്റെ ആ വയ്യത്തപ്പോൾ ആൾക്കാരെയൊക്കെ കാണാൻ സാധിച്ചു. ശുശ്രൂഷ ചെയ്യാനൊക്കെ പറ്റി. വലിയ സന്തോഷമുണ്ട്. വ്യത്യസ്തമായ അനുഭവമായിരുന്നല്ലേ കഴിഞ്ഞ തവണയിൽ? ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ തവണയായിരുന്നു ഈ പ്രാവശ്യം ഇനി കൂടുതൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ട് ഇൻസ്പയർ ചെയ്തിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. ഇനി എല്ലാ കൊല്ലവും ചൊവ്വൂര് പള്ളിയിൽ നിന്ന് ഇതേമാതിരി തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഹാപ്പിയാണ്. ശരി. രൂപത ഇത്തരത്തിലൊരു വലിയ കാൽവെപ്പ് നടത്തുമ്പോൾ ഇന്ന് കുട്ടികളൊക്കെ വളരെയധികം ആക്റ്റീവാണ്. അപ്പം ഇന്ന് കുട്ടികളുടെ പങ്കാളിത്തത്തിനെ കുറിച്ചും ഇന്നത്തെ ദിവസം മൊത്തത്തിൽ എങ്ങനെ അത് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഒന്ന് പറയാമോ? നമ്മൾ കഴിഞ്ഞ വർഷം വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത ദിനം ആചരിച്ചത്. ഈ വർഷം അതിന് പകരമായിട്ട് നമ്മൾ ടൗണിൽ നടത്തുന്നതിന് പകരമായിട്ട് അതിരൂപത നടത്തുന്ന സന്നദ്ധ സേവന സ്ഥാപനങ്ങളിൽ വന്ന് സർവീസ് ചെയ്യാനാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ആഹ്വാനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 300-ലധികം കുട്ടികൾ രജിസ്റ്റർ ചെയ്യും. അതിൽ തന്നെ ഏതാണ്ട് 200ഓളം കുട്ടികൾ എത്തിച്ചേരുകയും ചെയ്തു. അവർ വളരെ ആവേശത്തോടെ വന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലെത്തി അവിടെ രോഗികളായവർക്കും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്നു. ഒപ്പം അവരുടെ ഈ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളൊക്കെ അവർ വൃത്തിയാക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ രോഗികളോടും വയ്യാത്ത ജനങ്ങളോടുമൊക്കെ ഉള്ള പ്രതിബദ്ധത നമ്മുടെ കുട്ടികൾ പ്രകടമാക്കുന്നു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അസുലഭമായ ഒരു അവസരമാണ്. കാരണം പലപ്പോഴും വീട്ടിനുള്ളിൽ അടഞ്ഞിരുന്ന് അല്ലെങ്കിൽ മുഴുവൻ സമയവും പഠനത്തിലൊക്കെ മുഴുകിയിരിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് പുറത്തിറങ്ങാനും ഒപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടെ കുറച്ച് കായിക അധ്വാനങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ഒരവസരമാണ് അതിരൂപത ഇതുവഴി ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് അത് കേവലം കുറേ പാഠങ്ങൾ പഠിക്കുക എന്നതിനപ്പുറം പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം കൂടിയായിട്ടാണ് ഇതിനെ അതിരൂപത കാണുന്നത്. തൃശ്ശൂർ അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാമൂഹ്യ പ്രതിബദ്ധത 2024 ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തി അർഹിക്കുന്ന ഒന്നാണ്. ഗാന്ധി ജയന്തി ദിനം ശുചീകരണ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ തൃശ്ശൂർ രൂപത സ്വീകരിച്ച ഈ മുന്നേറ്റം വളരെ കയ്യടി അർഹിക്കുന്ന ഒന്നാണ്. ഓൾഡ് ഏജ് ഹോമുകളിൽ കുട്ടികൾ അവരോടൊപ്പം ആടിയും പാടിയും ഇന്നത്തെ ദിവസം മനോഹരമാക്കി തീർത്തു. ഒപ്പം അവർ പ്രകൃതിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചു. ഇന്നത്തെ ദിവസം അവർ മനോഹരമാക്കി മാറ്റി. രൂപത നടത്തിയ ഈ പ്രവർത്തനത്തിന് ഏറെ അഭിനന്ദനങ്ങൾ. ക്യാമറമാൻ നെവിൽ ടോണിക്കൊപ്പം ബീന ബെന്നി, ഷെക്കിനായ് ന്യൂസ്.